നമ്മൾ അത്തി കഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അത്തിയെ ഞാനങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എൻ്റെ ടെറസിൽ തന്നെ അത്തി കായ്ക്കാൻ തുടങ്ങി. അത് വളരെ സന്തോഷം. ഗസ്റ്റ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് മുകളിൽ ഓടി കയറി വന്ന് ഇതിൽ നിന്ന് ഞാൻ നാരങ്ങ എടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കാറുണ്ട്. അവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അവർ പറയും, അയ്യോ വിഷമില്ലാത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റിയെന്നൊക്കെ പറയാറുണ്ട്. സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഒരു 40 കൊലയോളം ഉണ്ടായിരുന്നത് ഞാനെടുത്ത് അച്ചാറിട്ടു. അച്ചാറിന് നല്ല ടേസ്റ്റാണ്. പ്രസവിച്ച സ്ത്രീകൾക്ക് വയറ് ചുരുങ്ങാൻ ഏറ്റവും നല്ലതാണെന്ന് പറയും. എൻ്റെ പേര് ചന്ദ്രിക രാജേന്ദ്രൻ. ഞാൻ പോത്തങ്കോടാണ് താമസം. ഞാൻ കൃഷി തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി. പലതരത്തിലുള്ള പച്ചക്കറി ഉണ്ട്, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. തുടക്കം ചെറിയൊരു കൃഷിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കൃഷി തുടങ്ങിയെന്ന് പറയുമ്പോൾ ഒരു 5 ബാഗിൽ തുടങ്ങിയ കൃഷിയാണ്. 2 വെണ്ട, 2 കത്തിരി, 1 തക്കാളി. ഇത്രയും ഞാൻ വെച്ചപ്പോൾ അതിൽ നിന്ന് നല്ല കായ്ഫലം എനിക്ക് കിട്ടി. മനസ്സിന് ഭയങ്കര സന്തോഷം. വീട്ടുകാർക്ക് അതൊരു സന്തോഷം. ഞാൻ കൃഷി ചെയ്തെടുത്തു, ഇത്രയും 5 ബാഗ് നല്ലപോലെ കിട്ടിയല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു പ്രചോദനമാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, നല്ല രീതിയിൽ അത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ചെറിയ പ്ലാന്റ്സാണ് കായ്ച്ച് നിൽക്കുന്നത്. ഇത് എൻ്റെ ഒരു സ്റ്റീൽ ചരുവത്തിൽ നിൽക്കുന്ന ബുഷ് ഓറഞ്ചാണ്. 3 വർഷമായി ഇത് നട്ടിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഇതിൽ നിറയെ കായ പിടിക്കുന്നുണ്ട്. നിറയെ എന്ന് പറഞ്ഞാൽ നിറയെ പിടിക്കുന്നുണ്ട്. ഗസ്റ്റ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് മുകളിൽ ഓടി കയറി വന്ന് ഇതിൽ നിന്ന് ഞാൻ നാരങ്ങ എടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കാറുണ്ട്. അവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അവർ പറയും, അയ്യോ വിഷമില്ലാത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റിയെന്നൊക്കെ പറയാറുണ്ട്. സന്തോഷം. ഇത് എൻ്റെ മുന്തിരി ഗ്രേപ്സ് പ്ലാന്റാണ്. ഇത് ഞാൻ തറയിലാണ് നട്ടിരിക്കുന്നത്. തറയിൽ നട്ട് മുകളിലോട്ട് കയറ്റി ഇങ്ങനെ റൗണ്ട് രീതിയിൽ ഞാൻ കെട്ടി നിർത്തിയിരിക്കുന്നു. ഇതിപ്പം ഞാൻ പ്രൂൺ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൽ പൂക്കൾ വന്ന് തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഒരു 40 കൊലയോളം ഉണ്ടായിരുന്നത് ഞാനെടുത്ത് അച്ചാറിട്ടു. അച്ചാറിന് നല്ല ടേസ്റ്റാണ്. പഴുക്ക് മുന്നേ നമുക്ക് ഇതിനെടുത്ത് അച്ചാറിടാം. എല്ലാവരും പറയണുണ്ട് ഗ്രേപ്സ് ഭയങ്കര പുളിയാണെന്ന്. ഗ്രേപ്സ് വിളവെടുക്കണതിനും 10 ദിവസത്തിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം വലിഞ്ഞ് ഈ ഗ്രേപ്സിന് നല്ല മധുരമാണ്. എൻ്റെ ഒത്തിരി പേര് ഗ്രേപ്സിൻ്റെ തൈ വാങ്ങിക്കൊണ്ട് പോയി നട്ട് അതിൻ്റെ കായ്ച്ച ഫോട്ടോയൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ആൾക്കാർ വിളിക്കണുണ്ട്, ഗ്രേപ്സിൻ്റെ തൈ വേണമെന്ന് പറയുന്നുണ്ട്. ഇത് അത്തി, അറേബ്യൻ അത്തി. ഇത് മഞ്ഞ കളറാണ്. ഇവിടെ നിന്നേ നേരത്തെ കായകളുണ്ടായി. പക്ഷേ മഴയത്ത് ഇത് പൊഴിഞ്ഞു പോയി. വെയിൽ ഇതിന് മസ്റ്റാണ്. വെയിൽ വേണം, എന്നാലേ ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായി പഴുക്കത്തുള്ളൂ. നമ്മൾ അത്തി കഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അത്തിയെ ഞാനങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എൻ്റെ ടെറസിൽ തന്നെ അത്തി കായ്ക്കാൻ തുടങ്ങി. അത് വളരെ സന്തോഷം. ഇത് ഷുഗർ ആപ്പിൾ, സീതപ്പഴം എന്ന് പറയും. ഇതൊരു ചെറിയൊരു പ്ലാന്റാണ്. ഇന്നലെ 2 എണ്ണം ഇതിൽ നിന്ന് പഴുത്ത് വീണ് പോയി. അല്ലെങ്കിൽ ഇത് ചെറിയൊരു പ്ലാന്റിൽ നിന്ന് 5 എണ്ണം കിട്ടിയേനെ. ഒരു കുട്ടയിലാണ് നിൽക്കുന്നത്. നമ്മൾ നോക്കും പോലെ ഇരിക്കും. ഒരു ചെടി കൊണ്ട് നട്ടിട്ട് നമ്മൾ അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കൊടുക്കേണ്ട വളങ്ങളും സ്നേഹവും തലോടലും ഒക്കെ കൊടുക്കുമ്പോൾ ഇവർ നമുക്ക് ആ സ്നേഹം തിരിച്ച് തന്നെ തന്നുകൊണ്ടിരിക്കും. ഇത് ചെറിയൊരു ചട്ടിയിലാണ് നിൽക്കുന്നത്. ഇതും കായ്ച്ചു നല്ല നേരത്തെ കായ കിട്ടി. എനിക്ക് ഷുഗർ ആപ്പിളിൻ്റെ 7 പ്ലാന്റോളം ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാഫലം കണ്ടാണ് ഞാൻ വീണ്ടും വയ്ക്കുന്നത്. നമ്മളിപ്പം ഒരു പ്ലാന്റ് ലെയർ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് ഏതെങ്കിലും ഒരെണ്ണം ചെയ്തെടുക്കുമ്പോൾ അത് ആ കുഞ്ഞിലേ തന്നെ പൂവും കായും ഉണ്ടായി നമുക്ക് അത് നല്ല ഫലം തരുന്നുണ്ട്. ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ അത് കുറേ നാൾ കഴിഞ്ഞാലേ കായ്ക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ ലെയർ ചെയ്തൊരു പ്ലാന്റ് നട്ട് അതിനെ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കും. അതെനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. പല പ്ലാന്റും, ഇതും ഒരു പ്ലാന്റാണ്. ഇതും കായ്ച്ചു. നേരത്തെയും കായ്ഫലം കിട്ടി. ഇനിയിപ്പോൾ ഈ 2 കായും കൂടെ പറിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് ചെറുതാക്കി നിർത്തണം. നമ്മൾ ടെറസിൽ ഒരു പ്ലാന്റ് വയ്ക്കുമ്പോൾ വലുതാക്കി വിട്ടാൽ അത് പടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഒരു പ്ലാന്റിനെ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി നിർത്തുമ്പോൾ അത് ഈ ബക്കറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ നടുന്ന ഇതിനകത്ത് തന്നെ നിന്ന് വളർന്നോളും. പലതരത്തിലുള്ള മാവ് എനിക്കുണ്ട്. ഇതൊരു ചെറിയൊരു പ്ലാന്റാണ്. ഈ 20 ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഇത് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 4 മാങ്ങ
പഴുത്ത് കിട്ടി. ഓ നല്ല ടേസ്റ്റായിരുന്നു, നല്ല മാങ്ങയായിരുന്നു. ചേട്ടനൊക്കെ അതിശയമായിരുന്നു. മോനും പറഞ്ഞു അമ്മ ചെറിയൊരു പ്ലാന്റിൽ ഇത്രയും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ്. അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റേതായ സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണ്. ഇത് വെരിഗേറ്റഡ് പേര. വെരിഗേറ്റഡ് പേര എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലീവ്സ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഡബിൾ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരയ്ക്കയും ഡബിൾ ഷെയ്ഡ് ആണ് കിട്ടുന്നത്. അകം ചെറിയ ചുവപ്പുള്ള പേരയ്ക്കയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സൈസിൽ വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ ഇതൊരു ചെറിയൊരു പ്ലാന്റാണ്, അതിൽ തന്നെ നിറയെ നിപ്പുണ്ട്, നിറച്ച് നിപ്പുണ്ട്. ഇത് എല്ലാം തന്നെ പേരയ്ക്കായിട്ട് മാറുകയും ചെയ്യും. മുകളിലൊക്കെ നിപ്പുണ്ട്. ഇത് ബനാന സപ്പോർട്ട. നല്ല മധുരമുള്ള സപ്പോർട്ടയാണ്. അതുപോലെ കാണാനും തന്നെ എന്ത് ഭംഗിയാണ്, നിറയെ പൂവും കായും വരുന്നുണ്ട്. ഇതെല്ലാം കായായിട്ട് മാറുകയും ചെയ്യും. കൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. അടിഭാഗത്തൊക്കെ നിപ്പുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ലെയർ ചെയ്ത് ഒരു പ്ലാന്റ് ഞാൻ എടുത്തു. അതാണ് ഈ ചട്ടിയിൽ നിൽക്കുന്നത്. അതും പൂക്കണമുണ്ട്. നമുക്കിപ്പം ഒരു പ്ലാന്റ് മതി, പല ചെടികളാക്കാൻ ഒരു പ്ലാന്റ് മതി. പക്ഷേ നമ്മൾ ആ ലെയറിങ് ചെയ്യുന്ന രീതി അറിഞ്ഞിരിക്കണം. ഇതും ഞാൻ ലെയർ ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. നിറയെ പൂ വരുന്നുണ്ട്, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇതിപ്പോൾ ഒരുപാട് വലിയ ഒരു പ്ലാന്റൊന്നും അല്ല, എന്നിട്ടും നിറയെ പൂവും കായും ഉണ്ടാകുന്നുണ്ട്. ഇത് ബുഷ് ഓറഞ്ചാണ്. ഞാൻ അവിടെ ഒരു മദർ പ്ലാന്റ് നേരത്തെ കാണിച്ചിരുന്നു. അതിൽ നിന്നും ലെയർ ചെയ്ത് എടുത്തതാണ്. നമ്മൾ ലെയർ ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞിലേ തന്നെ അത് കായ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഒരു കുഞ്ഞു പ്ലാന്റാണ്, അത് കായ്ക്കാൻ തുടങ്ങിയതാണ്. എനിക്കിവിടെ 3 തരം ഓറഞ്ച് ഞാൻ നട്ടിട്ടുണ്ട്. ഇത് ഒരു വെറൈറ്റി ഓറഞ്ചാണ്. ഇത് നമുക്ക് വലുതാകുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ പറിച്ച് കഴിക്കാൻ പറ്റും. ഇതിന് കയ്പ്പില്ല. കഴിഞ്ഞ പ്രാവശ്യം 2 എണ്ണം എനിക്ക് കിട്ടി. ഇത് ചെറിയൊരു പ്ലാന്റാണ്. പൂ വരുന്നുണ്ട്. കാ ഉണ്ട്. ഇവിടെയും കായ നിപ്പുണ്ട്, കൊല പോലെ നിപ്പുണ്ട്. നല്ല രസമാണ് കാണാൻ. പൂവ് ഇതെല്ലാം കായാവുന്നുണ്ട്. ഇത് ഫിഷമിനോ എഗമിനോ മാറി മാറി സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന് വളർച്ച നല്ല രീതിയിൽ കിട്ടും. ഇതൊരു ചെറിയൊരു പൈനാപ്പിളാണ്. എനിക്ക് 2-3 എണ്ണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ഇപ്പോൾ ഇതാ ഒരു എണ്ണം, അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് സ്റ്റാർ ഫ്രൂട്ട്. ഇതും ചെറിയൊരു പ്ലാന്റാണ്. ഇത് നിറയെ കായ്ക്കും. മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. നല്ല മഞ്ഞ കളറിൽ നിൽക്കുന്നുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഒരു 15 ബാഗോളം ഈ വരിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ നട്ടിട്ടുണ്ട്. ഇതിപ്പം 3 വർഷത്തിൽ കൂടുതലായി ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ നട്ടിട്ട്. 1 വർഷം കഴിയുമ്പോൾ തന്നെ എനിക്കിത് കായ്ക്കാൻ തുടങ്ങി. ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട. ഇതിന് കീടങ്ങളൊന്നും ബാധിക്കാറില്ല. അടിവളമായിട്ട് ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചിലപ്പോൾ ഞാൻ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചുവട്ടിലും കൊടുക്കാറുണ്ട്. സെപ്റ്റംബർ വരെയാണ് ഇത് കായ്ക്കുന്നതെന്ന് പറയാറുണ്ട്. എന്നാലും ഇപ്പോഴും പൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പൂവ് വന്ന ശേഷം 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കിട്ടും. അമേരിക്കൻ ബ്യൂട്ടി എന്നാണ് ഈ ഡ്രാഗൺ പ്ലാന്റിൻ്റെ പേര്. ആ പേര് പോലെ തന്നെയാണ്, കാണാനും സുന്ദരമാണ്, കഴിക്കാനും മധുരതരമാണ്. നിറയെ കിട്ടും. വേറെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. ഇതിന് വെള്ളം തന്നെ ഒരാഴ്ച 2 ദിവസം കൊടുത്താൽ മതി. അങ്ങനെ നല്ലൊരു പ്ലാന്റാണ്. ജബോട്ടിക്കാവ അല്ലെങ്കിൽ മരമുന്തിരിയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചായിരുന്നു. 15 കായോളം കിട്ടി. നല്ല മധുരമാണ്. ഇതിന് 2 സീഡ് കാണും. ചിലതിൽ ഒരു സീഡേ കാണത്തുള്ളൂ. ആ സീഡ് ഞാൻ കഴിച്ചതിന് ശേഷം അതിട്ട് കിളിപ്പിച്ച് തയ്യാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അതാ കുഞ്ഞു പ്ലാന്റാണ്. പൂവിട്ട് തുടങ്ങി. തണ്ടിലാണ് പൂവ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പ്ലമ്മാണ്, ബ്ലാക്ക് പ്ലം. 20 ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് നിൽക്കുന്നത്. നല്ല ഗ്രോത്ത് ഉണ്ട്. മഴ സമയത്താണ് പൂ പിടിച്ചത്, അതുകൊണ്ടായിരിക്കാം കായായിട്ട് വരാത്തതെന്ന് തോന്നണു. ഇനിയും പൂ വിടാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കായ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഈ വരിയിലെല്ലാം എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സാണ് നിൽക്കുന്നത്. മാവുണ്ട്. ഇത് മധുര അമ്പഴമാണ്. നിറയെ കായ്ക്കും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിനെ താങ്ങാൻ
പറ്റാത്ത രീതിയിൽ കായ്ച്ചപ്പോൾ അത് ഒടിഞ്ഞ് അത് നാശമായിപ്പോയി. ഞാൻ വീണ്ടും ഒരു പ്ലാന്റ് വാങ്ങി വെച്ചു. നല്ല മധുരമുള്ള അമ്പഴമാണ്, മഞ്ഞ കളറാണ്. ഇതിൽ ഒരു ചെറിയൊരു കുരുവാണ്, എല്ലാം മാംസളമായ ഭാഗമാണ്. പിന്നെ ഇത് പച്ചക്കെടുത്ത് നമുക്ക് അച്ചാറിടാൻ നല്ലതാണ്. പലതരത്തിലുള്ള മാവ് ഉണ്ട്. ഇതും ഒരു വെറൈറ്റി മാവാണ്. കഴിഞ്ഞ പ്രാവശ്യം നിറയെ പൂത്തു, ഇനിയിപ്പം അടുത്ത് പൂക്കുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇതൊരു ബക്കറ്റിൽ നിൽക്കുന്ന എൻ്റെ ഒരു മാവാണ്. ഇപ്പോഴിതാ നിറയെ പൂത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു മാങ്ങ വന്നിട്ടുണ്ട്. ഇത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ ഞാൻ ഒരു 6 മണിക്കൊരു ചായയും കുടിച്ച് ടെറസിൻ്റെ മുകളിൽ കയറി വരുമ്പോൾ ഒരു ചെടി പൂത്ത് നിൽക്കുന്നോ കാച്ചു നിൽക്കുന്നോ എന്ന് നമ്മൾ കാണുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ നട്ടു, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നട്ടു, അതിൽ നിന്ന് ഒരു കായ ഉണ്ടായി കിട്ടി, അത് നമ്മൾ പറിച്ച് ഞാനും എൻ്റെ കുടുംബവും കൂടെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ രാവിലെ 1 മണിക്കൂർ ടെറസിൽ ചിലവഴിക്കാറുണ്ട്. വൈകുന്നേരം അതുപോലെ തന്നെയാണ്. ചെടിയെ ഇങ്ങനെ സ്നേഹിച്ച് സംസാരിച്ചാണ് ഞാൻ ഇതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്. ആ സംസാരത്തിൻ്റെ രീതി അനുസരിച്ച് അവരെനിക്ക് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തരുന്നുമുണ്ട്. ഇത് ഒരുതരം ഓറഞ്ചാണ്. പഴുക്കാൻ ഒത്തിരി താമസിക്കുന്ന ഒരു ഓറഞ്ചാണ്. ഇത് 6 മാസം 8 മാസത്തോളം ഇങ്ങനെ തന്നെ പച്ചയായിട്ട് തന്നെ നിൽക്കും. ലൈം ജ്യൂസ് കഴിക്കുന്ന പോലെ നമുക്ക് ജ്യൂസാക്കി കുടിക്കാം. ഇത് ഒരു ഓറഞ്ചിൽ തന്നെ നല്ല ജ്യൂസ് ഉണ്ടാവും. ചെറുതിലേ തന്നെ കായ്ക്കുന്നുണ്ട്. ഇതിൽ നിറയെ കായുണ്ട്. പൂവും കായും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അവിടെയൊക്കെ നിറച്ച് കായുണ്ട്. ഇത് മണിത്തക്കാളി. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നല്ല മധുരമാണ്. ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് മണിത്തക്കാളി. ഇത് ചെറിയ ഉള്ളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4-5 ബാഗിൽ നട്ടു, നല്ലവണ്ണം കിട്ടി. അടുക്കളയിൽ പൊടിച്ച് കിടന്ന ഉള്ളിയാണ് ഈ എടുത്ത് നട്ടിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിറയെ തിങ്ങി നിറഞ്ഞ് വന്ന് ഇതിന് ഒരു സൈസ് പൂ വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഉള്ളി നമ്മൾ നട്ടാൽ തന്നെ ഒരു 4-5 ഉള്ളി ഇതിൻ്റെ അടിയിൽ നമുക്ക് വളമെടുക്കാനായിട്ട് കഴിയും. ഇതിന് മണ്ണ് ലൂസ് മണ്ണാണ് ആവശ്യം. നമ്മൾ ചകിരിച്ചോറ്, മണൽ, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ലൂസ് മണ്ണാണെങ്കിൽ ഇതിൽ അടിഭാഗത്ത് മണ്ണ് തറഞ്ഞിരിക്കാതെ ഉള്ളി ഇതിൽ നിറച്ച് ഉണ്ടാകത്തുള്ളൂ. ഇത് ഒരു വെറൈറ്റി തക്കാളിയാണ്. നിറയെ പിടിച്ചു. ഓണത്തിന് ഇതിൽ നിന്ന് ഒരുപാട് കായ വിളവെടുത്തു. ഇതിപ്പോൾ എല്ലാം പഴുത്ത് നിൽപ്പുണ്ട്. ഇത് പറിച്ച് ഒന്ന് പ്രൂൺ ചെയ്ത് വിടുമ്പോൾ വീണ്ടും ഇതിന് പൂവും കായും ഉണ്ടാവും. സാധാരണ ചിലപ്പോൾ തക്കാളിക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് രോഗങ്ങളൊന്നും ഉണ്ടായില്ല. നിറയെ കായ കിട്ടി. ഓണത്തിന് ഇതിൽ നിന്നും കായ പറിച്ചെടുത്തു. അതുപോലെ ഇതും ഒരു വെറൈറ്റി തക്കാളിക്കയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കഴിക്കാനും നല്ല മധുരമാണ്. നമുക്ക് സലാഡിലൊക്കെ ചേർക്കാൻ പറ്റിയ ഒരു തക്കാളിക്കയാണിത്. ഇതും അതുപോലെ തന്നെയാണ്. ചെറുതിലെ എല്ലാം കായ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നും വരുന്ന തണ്ടുകളിൽ നിന്നും ഞാൻ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാറുണ്ട്. ഈ ശിഖരങ്ങൾ മുറിച്ചെടുത്ത് ഞാൻ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. നല്ല വിളവ് തരുന്ന ഒരു ഇനം ടൊമാറ്റോയാണ്. അധികം ഇത് വലുതാവാറില്ല. കുറച്ചുകൂടെ വലുതാവും. നല്ല കൊലകൊലയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നല്ല കായ്ഫലമുണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ട. ചെറിയ ചെറിയ പ്ലാന്റുകളാണ്. അതിൽ തന്നെ നിറയെ കായ്ക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പറിച്ചെടുക്കണം. രോഗങ്ങൾ വളരെ കുറവാണ്. നല്ല ഒരു ഇനം വെണ്ടയാണ്. ഇത് എൻ്റെ മുളക് ഇനങ്ങളാണ്. വീട്ടാവശ്യത്തിന് മാത്രമാണ് ഞാനിപ്പോൾ മുളക് നട്ടത്. ഇത് നിറയെ കായ്ക്കുന്നുണ്ട്. മുളകൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ചെറിയൊരു പ്ലാന്റ് ആണെങ്കിലും നമുക്ക് വീട്ടാവശ്യത്തിന് ഇത് മതി. ഇതൊരു വെറൈറ്റി മുളകാണ്. നല്ല നീളമുള്ള ഒരു മുളകാണ്. അതും പിടിക്കുന്നുണ്ട്. നല്ല എരിവുണ്ട് ഈ മുളകിന്. മുളകിലും മല്ലി ഇലയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളത്. അപ്പം മുളകൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രയാസവും ഇല്ല. നമ്മളിങ്ങനെ നട്ട് ചെറിയ രീതിയിൽ വളം ചെയ്താൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇത് മഞ്ഞൾ.
ഈ വരി മൊത്തവും ഞാൻ മഞ്ഞൾ വെച്ചു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിൽ നമ്മൾ മഞ്ഞൾ മാത്രമല്ല അവർ ചേർക്കുന്നത്, അതിൽ വേറെ ആവശ്യമില്ലാത്ത കളറ് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് മഞ്ഞൾ എന്നുള്ള ഒരു പേരിലാണ് തരുന്നത്. പക്ഷേ നമ്മളിതുപോലെ നട്ടാൽ നമുക്ക് ഒറിജിനൽ മഞ്ഞൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തേക്കാനായാലും നമ്മളെ ശരീരത്തിന് കറികൾക്ക് ഉപയോഗിക്കാനായാലും നമുക്ക് ഒറിജിനൽ മഞ്ഞൾ, ഇത് വളരെ വേഗം ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മഞ്ഞൾ. കാരണം നമ്മൾ നട്ടു കൊടുത്താൽ മതി, അത് എങ്ങനെയെങ്കിലും അത് കുറച്ച് ജൈവവളങ്ങളും ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടെ ചേർത്ത് നട്ടു കൊടുത്ത് നമ്മൾ ഒരുപാട് നനയുടെ ആവശ്യമില്ല, ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല. വളം ചെയ്യുന്നതനുസരിച്ച് ഇത് പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കും. നല്ല മഞ്ഞൾ കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് ഒരുപാട് കിട്ടി. നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുന്നത് ഈ മഞ്ഞളാണ്. ഇതൊരു ചെറിയൊരു ചെറുനാരകത്തിൻ്റെ പ്ലാന്റാണ്. ഇതിപ്പം നട്ടിട്ട് ഇത് തനിയെ കിളിച്ച് വന്നു. ഞാൻ ഈ ബാഗിൽ നട്ടു. പക്ഷേ ഇതുവരെയും കായ്ച്ചില്ല. കാരണം കുരുവിട്ട് കിളിപ്പിച്ച് ഒരു പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ അത് പതുക്കെ കായ്ക്കത്തുള്ളൂ. ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ഒരു തൈ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കായ്ക്കും. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇനിയിപ്പം തണ്ട് ഞാൻ ബഡ് ചെയ്ത് വേറൊരു പുതിയ പ്ലാന്റ് ഇതിലോട്ട് ബഡ് ചെയ്ത് ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ബറാപ്പിളാണ്. നിറയെ പൂവും കായും ഉണ്ടാകുന്നുണ്ട്. ഈ പൂവെല്ലാം മിക്കവാറും കായാവുന്നുണ്ട്. ഇത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വലുതാവും. ഇത് ഗ്രീനാണ്. ചിലപ്പോൾ ഒരു മഞ്ഞ കളർ വരും എങ്കിലും ഇത് ഗ്രീൻ ബറാപ്പിളാണ്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നിൽക്കുന്നത് ബറാപ്പിളാണ്. അതേ നിറയെ പൂവും കായും നിൽപ്പുണ്ട്. ഇനിയിപ്പം മഴയില്ലാത്തതുകൊണ്ട് മിക്കവാറും എല്ലാം കായായി മാറുമെന്നാണ് തോന്നുന്നത്. ഇത് റെഡാണ്. ഇത് റെഡ് കളറ് വന്നു തുടങ്ങി. അതും കുഞ്ഞൊരു പ്ലാന്റാണ്. അത് നിറയെ കായ്ക്കുന്നുണ്ട്. നമ്മളെ പരിചരണവും വളക്കൂട്ടിൻ്റെയും ഒരു രീതി അനുസരിച്ചാണ് ഈ പ്ലാന്റുകളെല്ലാം ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് സ്ട്രോബെറി പേര. നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പേരയ്ക്ക. അതുപോലെ നമ്മൾ നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം കഴിക്കും പോലെ ഇരിക്കും. നല്ല പഴുത്ത് കഴിക്കുമ്പോൾ വായിലിട്ട് അരിഞ്ഞു പോകും. ആ രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ലൊരു പേരയ്ക്കയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചതാണ്. വലിയ നെല്ലിക്ക കിട്ടി. ഇനിയിപ്പം ഇത് പൂക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള മരുന്ന് ജൈവ വളങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ട് എല്ലാവരും തറയിൽ വലിയ രീതിയിലൊക്കെയാണ് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ ഇതൊരു ഗ്രോ ബാഗിലാണ് ഈ പാഷൻ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത്. അത് പൂവും കായും മെനഞ്ഞാന്ന് 2 കായ് തിന്ന്. ചുവപ്പാണിത്. പഴുത്ത് കിട്ടി. സ്ഥലമില്ലാത്തവർക്കും ഇങ്ങനെ നട്ട് നമുക്ക് ഒരുപാടൊന്നും വേണ്ട. വീട്ട് ആവശ്യത്തിന് ഒരു 5 എണ്ണം കിട്ടിയാൽ അത്രയായി. ഇത് ഞാവൽ. വൈറ്റ് ഞാവലും ഉണ്ട്, ബ്ലാക്ക് ഞാവലും ഉണ്ട്. രണ്ടും നല്ല ഗ്രോത്തിൽ നിൽപ്പുണ്ട്. നല്ല വളർച്ചയും ഉണ്ട്. ഈ പേരയുടെ ഇല ഒരു വെറൈറ്റി ഇലയാണ്. സാധാ പേരയെ പോലെ വലിയ ഇലയല്ല. ഇത് കുഞ്ഞിലയാണ്. ഇത് കായ്ക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇതെന്താണെന്ന്. അത് നല്ല പേരയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഗ്രോത്ത് ഉണ്ട്. ഇഞ്ചി നമുക്ക് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ചെറിയ രീതിയിൽ വളവും ചെയ്ത് ഇങ്ങനെ നട്ടാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും. ഇത് പെരിഞ്ചീരകം. നല്ല മണമാണ്. ഇതിൻ്റെ ഇലകൾ സലാഡിൽ ചേർക്കാൻ കൊള്ളാം. ഇപ്പം തന്നെ ഇത് പിടിച്ച് മണപ്പിച്ച് നോക്കിയാൽ അത് ഇലയ്ക്ക് നല്ല വാസനയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു 4 തൈയിൽ നിന്നും നല്ല രീതിയിൽ കിട്ടി. ഇതിൻ്റെ ലീവ്സ് തന്നെ നമുക്ക് കറിയിൽ അപ്പോഴപ്പോഴും ആവശ്യത്തിന്, ദിവസമുള്ള ആവശ്യത്തിന് നമുക്ക് മണത്തിന് വേണ്ടി ഇതിൻ്റെ ലീവ്സ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് 2 തരം ചേമ്പാണ്. ഇത് ചീരച്ചേമ്പാണ്. ചീരച്ചേമ്പെന്ന് പറയുമ്പോൾ ഇതിൻ്റെ തണ്ടോടുകൂടി തണ്ടും ഇലയും തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് കരിഞ്ചേമ്പ്. ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് ഈ കരിഞ്ചേമ്പ്. തീയലൊക്കെ വയ്ക്കാൻ പണ്ടത്തെ ആളുകളൊക്കെ തീയൽ വയ്ക്കും. പ്രസവിച്ച സ്ത്രീകൾക്ക് വയറ് ചുരുങ്ങാൻ ഈ കരിഞ്ചേമ്പ് ഏറ്റവും നല്ലതാണെന്ന് പറയും. ഇത് പുതിനയാണ്. ഈ പുതിനയൊക്കെ ഒരു വിശേഷത്വമുള്ളത് നമ്മൾ ഒടിച്ച് നടണം. ബാഗുകളിൽ മാറ്റി മാറ്റി നടുമ്പോൾ ഇത് നിറഞ്ഞ് ബാഗിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒടിച്ച് നടാനുള്ള സമയമായി. ഇത് നാരങ്ങ ജ്യൂസിൻ്റെ കൂടെ പുതിന ചേർത്ത് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല മണമാണ്. ഈ പുതിന നമ്മൾ ജൈവവളം മാത്രം കൊടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിന് നല്ല മണമുണ്ട്. എനിക്ക് പലതരത്തിലുള്ള കൃഷിക്ക് ഉള്ള അവാർഡ് പല മേഖലകളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പല സംഘടനകളും എന്നെ വിളിച്ച് അനുമോദിച്ചിട്ടുണ്ട്.
കൃഷി മന്ത്രിയിൽ നിന്നും സുനിൽകുമാർ സാറിൽ നിന്നും എനിക്ക് നല്ല ടെറസ് ഫാമിങ്ങിനുള്ള അവാർഡ് കിട്ടി. വളരെ സന്തോഷം. കാരണം ചെറിയ രീതിയിൽ തുടങ്ങിയ ഞാനിന്നൊരു വീട്ടമ്മയായ ഞാനിന്ന് പലരും എന്നെ അറിയപ്പെടുന്നു, പലരും എന്നെ വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മളൊരു ചെടി നട്ട് അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഒരു പൂവുണ്ടാകുന്നതും കായുണ്ടാകുന്നതും ഒക്കെ കാണുന്നത് നമുക്ക് മനസ്സിന് സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഒരു ചെടി നന്നായി കിട്ടുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. കുറച്ച് സ്ഥലമുണ്ടെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. ടെറസായിക്കോട്ടെ, തറയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ നമുക്ക് ചെറിയ രീതിയിൽ കൃഷി ചെയ്ത് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ആയാലും പഴങ്ങളായാലും വീട്ടുകാർക്കും കൊടുത്ത് നമ്മളെ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് ആരോഗ്യപ്രദമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ.